ഓക്കെ ഗൈസ്, പിന്നെ എന്ത് പറയാനാ, എനിക്കാണെങ്കിൽ ഇവിടെ ബോറടിച്ച് നിൽക്കാൻ പാടില്ല. കുറെ നേരമായിട്ട് എന്താ ചെയ്യാൻ പറ്റണില്ല. എന്നാലും ഇപ്പൊ സമയം എത്രയായി? 9 മണിയായി. ഈ 9 മണിക്ക് ഞാനിപ്പോ ഇവിടെ എന്ത് ചെയ്യാനാണാവോ? 9 മണിക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്തിനാട്ടെ, നമുക്കപ്പം ഇല്ലേ ഒന്ന് TV ഒന്ന് വെച്ച് കാണാം. ഒരു മിനിറ്റ്, ഇതെന്റെ ഫോട്ടോ അല്ലേ? ഇതാരെങ്ങനെ ആക്കിയേ? ആരെന്ന് എനിക്കറിയില്ല ചേട്ടാ. എന്താണെന്ന് പിടുത്തം അതൊന്നും എനിക്കറിയത്തില്ല. ഇത് ന്യൂസ് ചാനലാണോ വൈറലായ? അങ്ങനെയാണ് ചാൻസ് ഉണ്ട്. എൻ്റെ ഫോട്ടോ ഇങ്ങനെ വന്നെന്നാലും അത് അറിഞ്ഞൂടാ എനിക്ക്. എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ പറയണ മുമ്പ് നമുക്കില്ലേ ഒന്ന് ഈ ചാനൽ വെച്ച് കാണാം. ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ സിറ്റി വന്നേക്കാണ് ഒരു കാർ കള്ളൻ. ഈ കള്ളന് ഒരു വഴി പോകുന്ന എല്ലാ കാറിനെയും അടിച്ചു മാറ്റും. എന്നിട്ട് നല്ല വിലക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഇവന് കുറെ കാശും കിട്ടും. നാട്ടുകാരാണെങ്കിൽ ഇവന് സംശയിക്കത്തുമില്ല. അതുകൊണ്ട് എല്ലാവരും വീടും ജനലും അടച്ചിട്ടുകൊണ്ട് തന്റെ വണ്ടികളൊക്കെ ഒരു സ്ഥലത്ത് പൂട്ടിയിടുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയെ രക്ഷിക്കാൻ കഴിയുക. അത് ശരി, അങ്ങനെയാണ് കാര്യങ്ങള്. ഞാനിപ്പോ വണ്ടി അടിച്ച പറ്റിയ പേരാണല്ലോ അമ്മാരൊക്കെ ന്യൂസ് ഇട്ടേക്കണ്. അത് കൊള്ളാലോ. അതൊന്നും എനിക്ക് പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ പോയിട്ടില്ലേ, നമുക്ക് നേരെ വണ്ടി എടുത്ത സ്ഥലം വേണം. അല്ല, എനിക്ക് വണ്ടികളുണ്ടാ? എനിക്കറിയത്തില്ല. എനിക്കപ്പോ വലിയ പിടുത്തൊന്നുമില്ല. ഞാനിപ്പില്ലേ അടിയിൽ പോയിട്ട് ആ വണ്ടികളൊക്കെ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. അന്നടിച്ചു പറ്റി തോണ്ടാ. ഓക്കെ, ആ വണ്ടികൾ എവിടെയാണ്? ഇത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. ഈ രണ്ട് വണ്ടികൾ ഞാൻ അന്ന് അടിച്ചു പറ്റിയതാണ്. പിന്നെ ആ മെക്ലാറൻ ഞാൻ കഴിഞ്ഞ ആഴ്ച അടിച്ചു പറ്റിയതാണ്. കഴിഞ്ഞ ആഴ്ച ഒന്നുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ ആ ഒരു ഉടമസ്ഥൻ്റെ മുതലാളി ഇപ്പം ഇല്ലേ, ഇപ്പം എന്നെ വിളിച്ചേക്കാം. നമ്മൾ ഈ വണ്ടികൾ എന്തായാലും പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിലേ എന്തായാലും പണിയാവും. അതുകൊണ്ട് ഞാൻ GTR കളറൊന്ന് മാറ്റി. മുമ്പ് ഫുള്ള് ബ്ലൂ ആയിരുന്നു, അതിൻ്റെ കളർ ഞാൻ മാറ്റി. കാരണമില്ലേ, ഈ പോലീസുകാർ ഇപ്പം ഇത് അന്വേഷിച്ച് അടക്കാണ്. എനിക്കാണെങ്കിൽ എടുത്തൊന്നും കിട്ടണില്ല. ഇതെങ്ങനെ ഇവിടെ വയ്ക്കുന്നു. കൂടാതെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടികളാണ്. ഈ സ്കോർപ്പിയോ അല്ല, ആ കാണുന്ന GTR, അതിന് ഏകദേശം 4 കോടിയാണ് സംതിങ്. പിന്നെ അതിനെ അടിച്ചു മാറ്റാൻ കാരണം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, ഞാൻ ഇഷ്ടംപോലെ ഗൺസ് ഉണ്ട്. അത് വെച്ച് എല്ലാത്തിനും അടിച്ചു കിടണം. അതാണ് എൻ്റെ ജോലി. ഇത് പിന്നെ ആരും ഇങ്ങോട്ട് വരത്തില്ല. കാരണം ഇതെൻ്റെ ഷോറൂം ആയതുകൊണ്ട് ഞാൻ ഈ വണ്ടികളൊന്നും വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ വണ്ടികൾ ഇപ്പോൾ പോലീസുകാരെ അന്വേഷിച്ച് നടക്കുക. ആ പട്ടികളാണ് എനിക്കെതിരെ കേസും കൊടുത്തു. അതൊരു പരിപാടിയാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. പോലീസുകാർ വരുന്നുണ്ടോ നോക്കാം. അയ്യോ, ഞാൻ അടുത്ത അടിച്ച് വീണേ, എൻ്റെ അമ്മച്ചി. അപ്പം ഒന്നും പറ്റിയില്ല. നമുക്കപ്പില്ലേ ആ വണ്ടികളൊന്ന് കൊണ്ടുപോയി വേണം. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് കയറണമല്ലോ. നമുക്കപ്പോൾ വീടിൻ്റെ അപ്പുറത്ത് കയറാം. ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട്. അയ്യോ, ഞാൻ വീണ് തലടിച്ച് വീണേ. ഭാഗ്യം വീണ്ടും ഒന്നും പറ്റിണ്ടായില്ല. ഞാൻ വെറുതെ വീടാണല്ലോ. ഇതിപ്പോൾ ശീലായി. എന്തിലാട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്താലോ, ഈ സ്കോർപ്പിയോൻ്റെ കളറങ്ങ് മാറ്റാം. കാരണമില്ലേ പോലീസ് ഇപ്പം ഇതിനെ അന്വേഷിച്ച് നടക്കണേ. നമുക്കപ്പോൾ ഇതിൻ്റെ കളറങ്ങ് മാറ്റണം. ഓക്കെ, നമുക്കപ്പോൾ രണ്ടും കൽപ്പിച്ച വണ്ടി കയറാം. ഇവിടെ ഞാൻ കാര്യം കാണുന്നില്ല. കണ്ടു കഴിഞ്ഞാലും ഇപ്പോൾ വലിയ സീനൊന്നും ഉണ്ടാവില്ല. നമുക്കപ്പോൾ വണ്ടികളുണ്ട്, നേരെ പെയിൻറ് സ്ഥലത്ത് പോവുക. ഒരു മിനിറ്റ്, ഇവന്മാരിപ്പോൾ തന്നെ വന്നാ? ഈ പോലീസുകാർ ഇവിടേക്ക് വന്നല്ലോ. അയ്യോ, നൈസായിട്ട് പണിപ്പാളി. ആ പോലീസുകാർ നമ്മുടെ അടുത്ത് കയറുന്നു. അയ്യൊന്നും ചെയ്യല്ലേ. ഈ വണ്ടി സത്യം പറയടാ, അടിച്ചു മാറ്റിയതാണോടാ? അടിച്ചു മാറ്റേ? ഞാനിതിനാ അടിച്ചു മാറ്റണത്. ഇതെന്റെ പേഴ്സണൽ വണ്ടിയാ. ഡിഫൻഡർ ആരുടെയാടാ? അതും എന്റെ പേഴ്സണൽ വണ്ടിയാ. എന്റെ പേഴ്സണൽ വണ്ടികളാ? അങ്ങനെ ഒരു സാധ്യതയില്ല. സത്യം പറയടാ, നീ വണ്ടി അടിച്ചു പറ്റിയതല്ലേ? അല്ലെങ്കിൽ നമുക്ക് നേരെ ജയിലിലേക്ക് പോയിട്ട് സംസാരിക്കാം. എനിക്ക് പക്ഷെ ഷുഗർ ആയിരുന്നു. ഞാൻ മര്യാദക്ക് വീട്ടിൽ വരാൻ താമസിച്ചു പോയി. അതാണ് സാറേ, അല്ലാണ്ട് ഞാൻ കാരണം കൊണ്ടൊന്നല്ല. അയ്യോ എന്റെ പൊന്നു സാറേ, ഞാൻ ഇവിടേക്ക് വരുന്നില്ല. ഞാൻ അറിയാണ്ട് ഇത് ഈ വണ്ടി അടിച്ചാൽ പറ്റുന്നില്ല. സത്യം പറയാം, ഇതെന്റെ പേഴ്സണൽ വണ്ടി തന്നെയാണ്. പേഴ്സണൽ വണ്ടി? എനിക്ക് ഉറപ്പ്. ഈ 2 പേഴ്സണൽ വണ്ടീസ് ഉണ്ട് എനിക്ക്. വേറെ വണ്ടിയുടെ ഒരു സൗണ്ട് വരുന്നത്. വേറെ വണ്ടിയുടെ സൗണ്ട് വരെ സാറിനപ്പോ തോന്നിയതായിരിക്കും. ഞാനപ്പില്ലേ ഈ വണ്ടി ഒന്ന് കഴുകാൻ പോവാ.
കഴുകാൻ കൊണ്ടുപോയേ ഈ വണ്ടിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ. അയ്യോ സാറേ, ഈ വണ്ടിയുടെ എഞ്ചിൻ പ്രോബ്ലം ആണ്. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. ആ മാറ്റിയിട്ട് ഞാൻ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. പിന്നെ നീ പെട്ടെന്ന് പോകും. ഇവിടേക്കാണ് വണ്ടി അടിച്ച് പറ്റാണ് പോണു. എന്നാ പിടിച്ചോ. അല്ല പിന്നെ നമ്മൾ റെഡി അങ്ങ് കൊടുത്തു. മുമ്പിലെ പോലീസുകാരൊക്കെ ഉണ്ട്. അത് വിഷയമുള്ള കേസല്ല, നമുക്ക് സുഖമായിട്ട് പോകാം. അല്ല ഒരു മിനിറ്റ്, ഈ വണ്ടി എന്താ ഓടാത്ത? അയ്യോ വണ്ടി ബ്രേക്ക് വണ്ടിയുടെ എഞ്ചിൻ കേടാണല്ലോ, എഞ്ചിന്റെ സൗണ്ട് വരുന്നില്ല. അയ്യോ വണ്ടി ഓഫായല്ലോ. അയ്യോ ഞാനിപ്പോ എന്താ ചെയ്യാ? വണ്ടി നിർത്തണത് എവിടെയെങ്കിൽ? അയ്യോ ഇവിടെ പാളിട്ട. അയ്യോ ഞാനിപ്പോ ഇവിടേക്ക് എങ്ങനെ വണ്ടി നിറങ്ങാ? അയ്യോ അയ്യോ ഞാനിപ്പോ പെട്ടുമല്ലോ. ഒരു സൈഡിൽ എങ്ങനെ ഒന്ന് പാർക്ക് ചെയ്യാം? അതായിരിക്കും, അതൊന്ന് നിർത്തി നമുക്ക് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാം. എൻ്റെ പൊന്നെ, എൻ്റെ അമ്മോ ഭാഗ്യം. പക്ഷേ നമ്മൾ നിർത്തിയ സ്ഥലം എവിടെയാന്ന് കണ്ട? കോടതിയുടെ മുമ്പില്. അയ്യോ ഇനി കോടതിക്കാരെ എന്നെ പിടിച്ചോണ്ട് പോയിട്ട് ഇനി നാട്ടുകാർക്കൊരു ശല്യാവല്ലോ. അയ്യോ പഴയ പാളി. വണ്ടി അടിച്ചു പറ്റിയവൻ ഞാനിന്ന് വണ്ടി അടിച്ചാൻ പറ്റിയേ. പിന്നെ ആരുടെ എടുക്കുന്ന മഹീന്ദ്ര സ്കോർപിയോ? സത്യം വേണ, ഇത് വേറൊരുത്തരുടെ വണ്ടിയല്ലേ? നീ അത് അടിച്ചു പറ്റിയതല്ലേ? അയ്യോ സാറുമാർ എന്തൊക്കെയാ പറയണത്? എന്തൊക്കെയാ സാറ് പറയണത്? ശരി, എനിക്കപ്പോ ഒന്നും അറിയില്ലല്ലേ. 3 വണ്ടികളാണ് മോഷണം പോയതുള്ളത്. ഇന്നല്ല 2 മാസം മുമ്പ് വേറൊരു വണ്ടി അടിച്ചു മാറ്റി. എന്നിട്ട് ആ വണ്ടികൾ നീ നല്ല വിലക്ക് വിൽക്കുകയും ചെയ്തു. വിൽക്കേ? ഞാനപ്പോ പറ്റൂ? ഞാനൊന്നും വിറ്റിട്ടില്ല. അത് ഇപ്പോഴെന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആ എടാ, വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് വീട്ടിലാണെങ്കിലും നമുക്ക് ഇനി അറസ്റ്റ് ചെയ്യാൻ പറ്റും. നീ എത്ര പെട്ടെന്ന് വണ്ടികൾ നമുക്ക് അന്നേക്ക്, അല്ലെങ്കിൽ ഇന്നെ നമ്മള് കൊന്നുകളയും. അതെ സാറിനെ കൊല്ലാൻ പറ്റും. ഒരു കാര്യം സാറിന് ചെയ്യാൻ പറ്റത്തില്ല. അതെന്താ? എന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. ഓടിക്കോ. നമുക്കൊന്ന് വയ്യ. തന്റെ ഇത്തരം പോലീസുകാരെ വണ്ടി ഉണ്ടായിട്ട് അവന്മാർക്ക് വയ്യാന്ന് പോലും. അവന്മാര് പുറകെ വരുന്നുണ്ടോ? ഈശ്വര, അവന്മാര് പുറകെ വരുന്നുണ്ട്. നമുക്ക് ഓടിത്തള്ളാം. എന്റെ പൊന്നടാവേ സാറേ, എന്നെ വിട്ടേക്ക് സാറേ. ഞാൻ തെറ്റും ചെയ്തിട്ടില്ല. എന്റെ പൊന്നടാവേ, ഓടിക്കോ. സാറ അങ്ങനൊക്കെ ചോദിച്ചാ സാറിന്റെ പുറകെയുള്ള കാലം വരെ ഞാൻ ഓടും. ശരി, അത്രയ്ക്കായ അയ്യോ ഇപ്പൊ മഴ അടിക്കിട്ട് പനിയാണോ? നമുക്ക് എത്ര പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറാം, അതായിരിക്കും നല്ലത്. വണ്ടി സ്റ്റാർട്ടായോ? സ്റ്റാർട്ട് ആവേണ്ടതാണ്. അല്ല പിന്നെ എന്നോട് കളിച്ചാലേ അങ്ങനെ ഇരിക്കും. അമ്മമാർക്ക് ചെപ്പിക്കോണം പൊട്ടിച്ചിട്ടുണ്ട്. ഇനി 2 ദിവസത്തിന് അമ്മമാർക്ക് ശല്യം ഉണ്ടാവത്തില്ല. വണ്ടി സ്റ്റാർട്ടാവണ്ട. സ്റ്റാർട്ടാവുണ്ട്. അല്ല പിന്നെ അമ്മമാരെ നമുക്ക് നാക്കാൻ പറ്റുന്ന നല്ല ദിവസമുണ്ട്. നമ്മളിപ്പോ എങ്ങോട്ട് പോണത്? നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് തന്നെ പോവാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പണിയാവും. ഇവിടെ കുറച്ച് ദൂരമുള്ളൂ വീട്ടിലേക്ക് എത്താൻ. അവന്മാര് പിന്നെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അവന്മാരോടെ കിടന്നോട്ടെ, നമുക്കൊന്നും നോക്കണ്ട. നമുക്കപ്പം നേരെ പോവാ. ഇതൊന്ന് വണ്ടി സ്ഥലം ബ്രേക്കിലിട്ട് വണ്ടി പോവാത്ത. വണ്ടി പറഞ്ഞു. അയ്യോ ഭാഗ്യം. ഭാഗ്യത്തിന് പൊട്ടിത്തെറിച്ചില്ല. പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നമുക്ക് സീനാ. ഇവന്മാരെ വണ്ടിയും പൊട്ടിച്ചളയാം. ഇവന്മാരെ നേരത്തെ കുറെ തന്നെ വട്ടം കുറ്റിച്ചു. ഇതിനെ അങ്ങ് പൊറുക്കില്ല. ഇന്നെ പിടിച്ചോ. 2 വണ്ടിയും അങ്ങ് കത്തിക്കരിഞ്ഞിട്ടുണ്ട്. അല്ല പിന്നെ നമ്മളോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും. ഇനി വേറൊരുത്തന്നെ പോലും എന്നെ വേണ്ടത് ചൊറിയാൻ നിൽക്കരുത്. ഇത് പോലീസുകാരോട് മാത്രമല്ല, ഈ നാട്ടുകാരോട് മൊത്തം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി എടുത്ത സ്ഥലത്ത് തന്നെ വയ്ക്കാം. ഇവിടെ അല്ല വയ്ക്കണ്ടേ, വേറെ എവിടെയെങ്കിലും പോയി വയ്ക്കാം. കാരണം ഈ പൊട്ടന്മാർ ഏത് നേരത്തെ വേണമെങ്കിലും എന്നെ സ്പൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് പണി ചെയ്യണ്ട. നമുക്കപ്പോൾ ഇവിടെ എവിടെയെങ്കിലായിട്ട് വയ്ക്കാം. അവിടെ വേണ്ട, കുറച്ച് മര്യാദക്കൊക്കെ പാർക്ക് ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുള്ളത് അവിടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നതിന് മുമ്പ് നമുക്ക് വേറെ എവിടെയും പാർക്ക് ചെയ്യാം. കാരണം ഇപ്പോൾ പൊട്ടന്മാരെ ഏത് നേരത്തെ വേണമെങ്കിലും വീട്ടിൽ കയറിയിട്ട് ഫുൾ ചാർജ് ചെയ്യും. പക്ഷെ അവന്മാരെ 2 വണ്ടി മാത്രമേ കിട്ടുള്ളൂ. ഈ വണ്ടി ഇവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് അടിക്കുക, സബി അവൻ്റെ ഓക്കെ ഗൈസ്, ബൈ ബൈ.